തിരുവോണത്തിനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് നാടും നഗരവും. ഉത്രാട ദിനത്തിൽ വൻ തിരക്കാണ് കോഴിക്കോട് മിഠായി തെരുവിൽ അനുഭവപ്പെട്ടത്. വിവരങ്ങളുമായി റിയാസ് കെമാർ ചേരുന്നുണ്ട്. റിയാസ്, സാധാരണ ദിവസങ്ങളിൽ തന്നെ മിഠായി തെരുവുകൾ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഓണക്കാലമാകുമ്പോൾ തിരക്ക് കൂടാനാണ് സാധ്യത. തിരക്കനുസരിച്ച് എന്താണ് സാധനങ്ങൾക്കൊക്കെ വിലക്കയറ്റമാണോ അതോ വിലക്കുറവാണോ അനുഭവപ്പെടുന്നത്? ഇനിയിപ്പോൾ തിരുവോണത്തിന് അവസാന മണിക്കൂറുകളാണ്. ഓരോ മലയാളിയും ആവേശത്തോടുകൂടി തിരുവോണത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കഴിഞ്ഞു. പൂർണ്ണമായും സാധനങ്ങളെല്ലാം തന്നെ വാങ്ങിക്കഴിഞ്ഞു. എങ്കിലും അവസാന വട്ടം എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനൊക്കെ മറന്നുപോയ ആളുകളാണ് ഈ ഉത്രാടപ്പാച്ചിൽ എന്ന പേര് തന്നെ നമുക്കറിയാം. ഈ തിരുവോണത്തെ വരവേൽക്കാൻ വേണ്ട സാധന സാമഗ്രികൾക്കായുള്ള പാച്ചിലാണ് ഈ ഉത്രാടപ്പാച്ചിലായി വന്നത്. ആ ഉത്രാടപ്പാച്ചിൽ ഏറ്റവും ഗംഭീരമായി നടക്കുന്ന കേരളത്തിലെ പ്രധാന സ്ഥലങ്ങളിൽ ഒന്ന് കോഴിക്കോട് മിഠായി തെരുവ് തന്നെയാണ്. ഈ മിഠായി തെരുവിനെ സംബന്ധിച്ച് ഇന്ന് ഇവിടുത്തെ കച്ചവടക്കാരെ സംബന്ധിച്ചുള്ള ഒരു ചെറിയൊരു സങ്കടം എന്ന് പറയുന്നത് കനത്ത മഴയായിരുന്നു ഇന്ന്. അതായത് ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയ മഴ ഇപ്പോഴും മഴയ്ക്ക് നേരിയ ശമനം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഏത് സമയവും വീണ്ടും പെയ്യാവുന്ന ഒരു സാഹചര്യത്തിൽ ഈ മേഘങ്ങളൊക്കെ ഇങ്ങനെ ഇനി എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം എന്ന രീതിയിലാണ് മേഘാവൃതമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ സാധാരണ ഓണങ്ങൾ ദിനങ്ങളിൽ അല്ലെങ്കിൽ ഉത്രാടപ്പാച്ചിൽ ദിവസങ്ങളിൽ എത്തുന്ന ആൾക്കാർ ഇത്തവണ ഉണ്ടായിട്ടില്ല എന്നൊരു സങ്കടം ഈ മിഠായി തെരുവിലെ വ്യാപാരികളെ കുറിച്ച്, അവർക്ക് മാത്രമല്ല മറ്റ് വ്യാപാരികൾക്ക്, മറ്റിടങ്ങളിലെ വ്യാപാരികളെ സംബന്ധിച്ചും അവരുടെ വിപണനം കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സാധാരണ നമ്മുടെ ഒരു പഴഞ്ചൊല്ലുണ്ട്, അതായത് അത്തം വെളുത്താൽ ഓണം കറുക്കും എന്നുള്ളത്. ഇത്തവണ അത്തത്തിന് അല്ലെങ്കിൽ കർക്കിടകത്തിന്റെ അവസാന ദിവസം കാര്യമായ മഴ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ ഈ ഉത്രാട ദിനത്തിലും ഇന്നലെയും എല്ലാം തന്നെ ശക്തമായ മഴയാണ് പലയിടങ്ങളിലും അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വിപണിയെ അത് നന്നായി ബാധിച്ചിട്ടുണ്ട്. എന്തായാലും വിലക്കയറ്റം എന്നുള്ളത്, അതായത് മുൻവർഷങ്ങളിലേതിനെ അപേക്ഷിച്ച് ഇത്തവണ വിപണിയിൽ കാര്യമായ ഒരു വിലക്കയറ്റം ഇല്ല എന്ന് തന്നെ പറയാം. വില നിയന്ത്രിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് സപ്ലൈകോയുടെയും മറ്റ് സർക്കാരിന്റെ വിവിധ ഓണച്ചന്തകളിലൂടെ കൃത്യമായ രീതിയിൽ സാധന സാമഗ്രികൾ ജനങ്ങൾക്ക് എത്തിച്ചു നൽകാനും ഒക്കെ, അതായത് ജനങ്ങൾക്ക് പര്യാപ്തമായ രീതിയിൽ നൽകാനൊക്കെ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ തവണത്തേതുപോലുള്ള ഒരു വലിയൊരു വിലക്കയറ്റം പൊതുവിപണിയിലുമില്ല. കാരണം ഈ ഒരു ഘട്ടത്തിൽ തമിഴ്നാട്ടിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന സാധന സാമഗ്രികൾക്കും കഴിഞ്ഞ വർഷങ്ങളിലേതിനെ അപേക്ഷിച്ച് ഇത്തവണ കാര്യമായ വിലക്കയറ്റം ഇല്ല എന്നത് ആശ്വാസകരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വില എന്നതിനേക്കാളും ഇത്തവണ ഓണത്തെ സംബന്ധിച്ച്, ഉത്രാടപ്പാച്ചിൽ ദിനത്തെ സംബന്ധിച്ച് മലയാളിയെ ബാധിച്ചിരിക്കുന്നത് മഴ തന്നെയാണ്. കാലാവസ്ഥയുടെ പ്രതികൂല അവസ്ഥ തന്നെയാണ് മലയാളിയെ ബാധിച്ചിരിക്കുന്നത്. എങ്കിൽ കൂടിയും ഓരോ മലയാളിയും അവസാനവട്ട തയ്യാറെടുപ്പിലാണ്. തിരുവോണത്തെ വരവേൽക്കണം. ആ മലയാളിയെ സംബന്ധിച്ച് ഒരുമിച്ച് ഓണമുണ്ണുക എന്ന് പറയുന്നത് എല്ലാവരും വലിയ രീതിയിൽ ആഗ്രഹിക്കുന്ന കാര്യമാണ്. പുത്തനുടുപ്പിട്ട് പുതിയ കോടികൾ ഉടുത്ത്, അല്ലെങ്കിൽ ഈ തിരുവോണ ദിനത്തിൽ വലിയൊരു പൂക്കളം വീട്ടുമുറ്റത്തൊക്കെ തീർത്ത്, വീടിന്റെ വരാന്തയിലൊക്കെ തീർത്ത് മനോഹരമായ രീതിയിൽ എല്ലാവരും ഒത്തുചേർന്ന്, ജാതി മത ഭേദമന്യേ മാവേലി നാട് വാണിടുന്ന കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെയായിരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു മനസ്സ്, ഒരു മെയ്യായി ചേർന്നുകൊണ്ട് ഈ തിരുവോണത്തെ വരവേൽക്കാനുള്ള ഒരു ശ്രമമാണ്. അതിന്റെ അവസാന ഘട്ട ഒരുക്കങ്ങളിലേക്കാണ് ഓരോ മലയാളിയും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു പരിച്ഛേദം തന്നെയാണ് നമുക്കിപ്പോൾ കോഴിക്കോട് SM സ്ട്രീറ്റിലും കാണാൻ കഴിയുന്നത്. പക്ഷെ അവിടെയും ചെറിയൊരു പ്രതികൂലമായിട്ടുള്ള അവസ്ഥ, മഴയാണ്. ആ മഴയെയും മറികടന്ന് മലയാളി ഇത്തവണത്തെ ഓണത്തെ കെങ്കേമമാക്കും എന്നുള്ളത് പറയേണ്ടി തന്നെ വരും. എല്ലാ ഓണവും നമ്മൾ കെങ്കേമമാക്കുന്നവരാണ്. ഈ ഓണവും നമ്മൾ കെങ്കേമമായി തന്നെ കൊണ്ടാടും. റിയാസ്, അതുപോലെ തെരുവോര കച്ചവടക്കാർ, SM സ്ട്രീറ്റിലൊക്കെ ഉള്ള തെരുവോര കച്ചവടക്കാരെ ഈ മഴ കാര്യമായി തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ മഴ ഈ ആളുകൾക്കൊരു തടസ്സമാണോ? മഴയൊക്കെ തന്നെ ആളുകൾ പുറത്തിറങ്ങുന്നില്ലേ? ആളുകളുടെ ഒരു തിക്കും തിരക്കൊക്കെ തന്നെ കോഴിക്കോട് ടൗണിലൊക്കെ തന്നെ ഇല്ലേ? മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്, നേരത്തെ തന്നെ ആളുകൾ സാധനങ്ങളെല്ലാം തന്നെ വാങ്ങി വീടുകളിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നഗരത്തിലെത്തി. കാരണം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ സാധാരണയായി ഉത്രാടപ്പാച്ചിലിന്റെ ദിനത്തിലൊക്കെ നഗരത്തിൽ വലിയൊരു ഗതാഗത കുരുക്ക് മണിക്കൂറുകളോളം അനുഭവപ്പെടുന്ന സ്ഥിതി ഉണ്ടാകുമായിരുന്നു. ഇത്തവണ അതൊക്കെ കൃത്യമായി ക്രമീകരിക്കാൻ പോലീസ് സംവിധാനത്തിന് സാധിച്ചിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് ഈ സിറ്റി പോലീസ് കമ്മീഷണർ
AP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ ഒപ്പം തന്നെ ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടിയുടെ ഒക്കെ ഇടപെടൽ കാരണം നേരത്തെ തന്നെ അതിനുവേണ്ടി നടപടികൾ സ്വീകരിച്ചു. അത് കൃത്യമായ രീതിയിൽ ക്രമീകരിക്കാൻ പറ്റി. സാധാരണയായി ഈ പാർക്കിംഗ് ഉൾപ്പെടെ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ മുതൽ അതിന് മറ്റൊരു ശാസ്ത്രീയ രീതിയിലുള്ള ഒരു പരിഷ്കരണം കൂടി അവർ നടപ്പിലാക്കി. അതായത് നഗരത്തിൽ ഇന്നയിടങ്ങളിൽ വാഹനം പാർക്ക് ചെയ്താൽ പിഴ ഈടാക്കും എന്നുള്ളത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് നഗരത്തിൽ ഇന്ന ഇടത്ത് പാർക്ക് ചെയ്യാൻ അനുമതിയുണ്ട് എന്നുകൂടി അറിയിച്ചു. അതായത് ഇപ്പോൾ കോഴിക്കോട് ബീച്ചിൽ വരുന്നവർക്കാണെങ്കിൽ ലയൺസ് ക്ലബ്ബ് പാർക്ക് പരിസരത്ത് കൃത്യമായ പാർക്കിങ്ങിനുള്ള സംവിധാനം ഒരുക്കി. അതുകൊണ്ട് തന്നെ ഈ ബീച്ച് പരിസരത്തൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞു. ഈ കിഡ്സൺ കോർണർ പരിസരം, SM സ്ട്രീറ്റിന്റെ പരിസരമായിട്ടുള്ള കിഡ്സൺ കോർണർ പരിസരം, അവിടെയൊക്കെ കൃത്യമായ രീതിയിൽ അനധികൃത പാർക്കിംഗ് തടയാനുള്ള ശ്രമങ്ങൾ സാധിച്ചു. അതിന് പകരം മറ്റ് ഇടങ്ങളിൽ പാർക്ക് ചെയ്യാവുന്ന ഇടങ്ങൾ ഇന്നതാണ് എന്ന് കൃത്യമായി അടയാളപ്പെടുത്തി. മാത്രമല്ല പോലീസിനെ വിന്യസിക്കാൻ കഴിഞ്ഞു, ട്രാഫിക് വാർഡന്മാരെ വിന്യസിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ നഗരത്തെ സംബന്ധിച്ച് ഗതാഗത കുരുക്കുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട്, ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ ആ ഗതാഗത കുരുക്ക് ഉണ്ടാകുമ്പോഴും മുൻ വർഷങ്ങളിലെ ഇതിനെ അപേക്ഷിച്ചുള്ള ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ ഇത്തവണ കൃത്യമായ ഗതാഗത പരിഷ്കരണത്തിലൂടെ പോലീസിനും ജില്ലാ ഭരണകൂടത്തിനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. അക്കാര്യത്തിലുള്ള എല്ലാ നടപടികളും ജില്ലാ ഭരണകൂടവും പോലീസും സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ തന്നെ ജനങ്ങൾ ഇത്തവണ സാധനങ്ങളൊക്കെ വാങ്ങി പോകുന്ന ഒരു കാഴ്ച നമുക്ക് വിപണിയിൽ നിന്ന് കണ്ടു. അവസാന മണിക്കൂറുകളിലേക്ക് കാര്യങ്ങൾ വെക്കുന്ന രീതി ഉണ്ടായില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. എങ്കിൽ കൂടിയും ഇന്നും വിപണിയിൽ ശക്തമായ തിരക്ക് തന്നെയാണ്, ഒരു കനത്ത തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. പക്ഷേ ഈ മഴ വില്ലനായതുകൊണ്ട് തന്നെ ജനങ്ങൾ കൂടുതലായി വിപണിയിലേക്ക് എത്തിയില്ല എന്നുള്ളത് ഈ വ്യാപാരികളെ സംബന്ധിച്ച്, ഈ തെരുവോര കച്ചവടക്കാരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ്. അവർ കൂടുതൽ സാധനങ്ങളെല്ലാം തന്നെ ഈ വിൽപ്പനയ്ക്കായി പുറത്തുനിന്ന് എത്തിച്ചിരുന്നു. ഒരു കുറഞ്ഞ വിലയിലൊക്കെ ഏറ്റവും നല്ല സാധനങ്ങൾ നേരത്തെ തന്നെ വിൽപ്പനയ്ക്ക് എത്തിച്ചുകൊണ്ട് അവർ എത്തിയിരുന്നു. മാത്രമല്ല പാളയത്തെ പച്ചക്കറി മാർക്കറ്റിലെല്ലാം തന്നെ രാവിലെ തന്നെ പൂവിപണിയെല്ലാം തന്നെ സജീവമാകുന്ന ഒരു കാഴ്ച നാളെയും നമുക്ക് കാണാൻ കഴിയും. പൂവിപണി വളരെ സജീവമാകുന്ന ഒരു കാഴ്ച നമുക്ക് നാളെ രാവിലെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ കാണാൻ കഴിയും. പക്ഷേ ഈ പ്രതികൂല കാലാവസ്ഥയായതുകൊണ്ട് തന്നെ നാളെ രാവിലെ അവസാന നിമിഷം പൂവിടാൻ എത്തുക എന്നതിന് പകരം ഇത്തവണ നേരത്തെ തന്നെ ആളുകൾ പൂവിപണിയിലേക്ക് വരികയാണ്. പാളയത്തായാലും ഒക്കെ പൂവിൽപ്പനയും ഒക്കെ ആയിട്ട് വളരെ സജീവമായിട്ട് ഇത്തവണ ഓണം അത് നല്ല രീതിയിൽ തന്നെ കൊണ്ടാടലിൽ എല്ലാ ക്രമീകരണങ്ങളും നടക്കുന്നു. അതിന്റെ ആവേശത്തിന്റെ ഭാഗമായി ഓരോ മലയാളിയും, ഓരോ കോഴിക്കോടുകാരനും, ഓരോ മലബാറുകാരനും, ഓരോ മലയാളിയും ഇത്തവണ ഓണത്തിന്റെ ആവേശത്തിന്റെ ഭാഗമായി നേരത്തെ തന്നെ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ഒരു പാച്ചിൽ ഈ അവസാന നിമിഷത്തിൽ വിപണിയിൽ കാണാനുണ്ട്. പക്ഷേ മഴ വില്ലനായി തന്നെ, തടസ്സമായി തന്നെ നിൽക്കുകയാണ്. മഴ ചെറുതായി നീങ്ങിയെങ്കിലും ഇപ്പോഴും ഈ മഴക്കാറ് നിറഞ്ഞൊരു ആകാശം ഇപ്പോഴുമുണ്ട്, മേഘാവൃതമായ ഒരു ആകാശം ഇപ്പോഴുമുണ്ട്. അതിന്റെ ഒരു ആശങ്ക ജനങ്ങളെ സംബന്ധിച്ച്, വിപണിയിലെ വ്യാപാരികളെ സംബന്ധിച്ചുണ്ട്. റിയാസ്, അതുപോലെ ഓണത്തോടനുബന്ധിച്ച് ഇതുവരെ ഇല്ലാത്ത രീതിയിൽ താമരശ്ശേരി ചുരത്തിൽ 29-ാം തീയതി വരെ ഗതാഗത നിയന്ത്രണമൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പുറത്തുനിന്നുള്ള ആളുകളുടെ വരവൊക്കെ തന്നെ പതിപോലെ കുറച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ കോഴിക്കോട് നല്ല തിരക്കാണ് കാണുന്നത്. പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ തന്നെ, വയനാട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെ തന്നെ എത്താറുണ്ട്. ഗതാഗത നിയന്ത്രണം 29-ാം തീയതി വരെ ഉണ്ടാകുന്ന സ്ഥിതിക്ക് എങ്ങനെയാണ്? ആളുകളുടെ വരവൊക്കെ കുറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും ഞാൻ നേരത്തെ അത് സൂചിപ്പിച്ചതാണ്. കാരണം ഈ ജനങ്ങളുടെ ഒരു ഒഴുക്ക് നിലവിൽ ഈ ഒരു ഘട്ടത്തിൽ ഓണത്തിന് അത്യാവശ്യമായി എല്ലാവർക്കും നാട്ടിലെത്തുക, അല്ലെങ്കിൽ നാട്ടിലെത്തി കുടുംബത്തോടൊപ്പം ഇരുന്ന് ഓണം ആഘോഷിക്കുക, എല്ലാ മലയാളിയും ആഗ്രഹിക്കുന്നത് അതാണ്. സ്വാഭാവികമായിട്ടും ആ ഒരു ആഘോഷം അത് മലയാളി ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ആളുകളും ഇത്തരത്തിൽ വീടുകളിൽ എത്തുന്ന സാഹചര്യം കൂടിയാണ്. അതിൽ തന്നെ ഈ വയനാട് കോഴിക്കോട് റൂട്ടിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു മേഖലയാണ് ഈ താമരശ്ശേരി ചുരം എന്ന് പറയുന്നത്. അവിടെ സാധാരണയായി ഈ തിരക്കനുഭവപ്പെടാനുള്ള ഒരു കാരണം സാധാരണ ജനങ്ങൾ വീട്ടിലേക്ക് പോകുന്നത് മാത്രമല്ല, ഈ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് ആളുകൾ കൂടുതലായി റിസോർട്ടുകളിലേക്കും മറ്റുമൊക്കെ പോവുകയും അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ വലിയ കുരുക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഈ ഇത്തവണ ഈ താമരശ്ശേരി ചുരത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ഗതാഗത ക്രമീകരണങ്ങൾ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയത്. അതുവഴി ഈ താമരശ്ശേരി ചുരത്തിലെ തിരക്ക് കുറയ്ക്കുകയും അങ്ങനെ യഥാർത്ഥത്തിൽ കുടുംബത്തോടൊപ്പം ഇരുന്ന് ഓണം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീടുകളിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
ഈ നഗരത്തിൽ തന്നെ ഈ കോഴിക്കോട് നഗരത്തിലാണ് ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക് ഈ ഓണക്കാലത്ത് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് പകരം കൃത്യമായി ഇന്ന വിധത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ, അതായത് കിഡ്സൺ കോർണർ ജംഗ്ഷനിൽ 100 ഇരുചക്ര വാഹനങ്ങൾ, ലയൺസ് പാർക്ക് ബീച്ചിൽ 200 കാറുകൾ, ടാഗോർ സെന്റിനറി ഹാൾ ഗ്രൗണ്ടിൽ 100 കാറുകൾ, പാവമണി റോഡിലെ പബ്ലിക് ഹെൽത്ത് ലാബിന് പിന്നിൽ 20 കാറുകൾ, 50 ഇരുചക്ര വാഹനങ്ങൾ, അങ്ങനെ കൃത്യമായ രീതിയിൽ ഓരോ സ്ഥലം അടയാളപ്പെടുത്തിക്കൊണ്ട് ഏകദേശം ഒരു 19 ഇനങ്ങൾ അവിടെയെല്ലാം തന്നെ സൗജന്യ പാർക്കിംഗ് ഏർപ്പെടുത്തി എന്നത് കാണാതിരിക്കാൻ വയ്യ. കാരണം ഓണാവധി ദിവസങ്ങളിൽ മാത്രമേ ഈ മാവൂർ റോഡിൽ അരയിടത്ത് പാലം മുതൽ കോട്ടുള്ളി വരെയുള്ള എല്ലാ യൂട്ടേണുകളും അടച്ചിട്ടു. കൂടാതെ ഈ വലിയ വാഹനങ്ങൾ വെങ്ങളം ജംഗ്ഷൻ, വെങ്ങാലി, വെസ്റ്റിയിൽ ചുങ്കം, മീഞ്ചന്ത ജംഗ്ഷൻ, രാമനാട്ടുകര ജംഗ്ഷൻ എന്നിവിടങ്ങൾ വഴി തിരിച്ചുവിട്ടു. സൗത്ത് ബീച്ച്, ഗാന്ധി റോഡ് ജംഗ്ഷൻ വരെയുള്ള റോഡരികിലെ പാർക്കിംഗ് പൂർണ്ണമായി നിരോധിച്ചു. സീക്വൻ ഹോട്ടൽ മുതൽ ഗാന്ധി റോഡ് ജംഗ്ഷൻ വരെയുള്ള റോഡിൽ വാഹനങ്ങൾക്ക് പ്രവേശനം അവിടെ നിയന്ത്രിക്കുകയും ചെയ്തു. അങ്ങനെ ഈ താമരശ്ശേരി ചുരത്തിൽ മാത്രമല്ല കോഴിക്കോട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഇത്തരത്തിൽ ഈ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഓണം ആഘോഷിക്കാനായി സാധനങ്ങളും മറ്റും വാങ്ങാൻ വരുന്ന ആളുകൾക്ക് കൃത്യമായ രീതിയിൽ അത് ക്രമീകരണങ്ങൾ ഒരുക്കി നൽകാൻ ജില്ലാ ഭരണകൂടത്തിന്, പ്രത്യേകിച്ച് ഈ ഘട്ടത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട പേര് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടിയുടേതും കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ AP ഷൗക്കത്ത് അലിയുടെയും പേര് തന്നെയാണ്. അതിനു പുറമെ ഇപ്പോൾ ഈ ഓണത്തിന്റെ ഈ ഉത്രാടപ്പാച്ചിലിന്റെ അവസാന മണിക്കൂറുകൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഉത്രാടപ്പാച്ചിലിന്റെ ഒക്കെ തിരക്ക് കഴിഞ്ഞ് മലയാളി നാളെ ഇപ്പോൾ തിരുവോണം ആഘോഷിച്ച് ഇനി കോഴിക്കോടേക്ക് വരുന്ന ഒരു മലയാളിയെ സംബന്ധിച്ച് എന്തുണ്ട് ആഘോഷത്തിന്റെ ഭാഗമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിനോദസഞ്ചാര വകുപ്പും കോഴിക്കോട് ജില്ലാ ഭരണകൂടവും DTPCയും ചേർന്ന് സംഘടിപ്പിക്കുന്ന വലിയൊരു ഓണാഘോഷം ഇവിടെ കോഴിക്കോട് നടന്നുകൊണ്ടിരിക്കുന്നു. കോഴിക്കോട് ബീച്ചിലും മറ്റുമൊക്കെ ആയിട്ട് വലിയൊരു മേള ഒരു നടക്കുന്നു ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ സിനിമാ താരങ്ങളിലെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വമ്പിച്ച ഓണാഘോഷ പരിപാടികൾ ഇവിടെ കോഴിക്കോട് നഗരത്തിൽ നടക്കുന്നുണ്ട്. അതിനകത്ത് വിവിധങ്ങളായിട്ടുള്ള പരിപാടികളൊക്കെ ഈ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് 26-ന്, അതായത് ഈ തിരുവോണ നാളിൽ പ്രധാനമായിട്ടും നടക്കുന്നത് ഈ നരേഷ് അയ്യർ ആൻഡ് സുനിൽകുമാറിന്റെ ഒക്കെ ഒരു ഡാൻസ് മാനിയ എന്ന രീതിയിലുള്ള പരിപാടി നടക്കുന്നു. കുച്ചിപ്പുടി, ബോളിവുഡ് ഹിറ്റ്സ് എന്ന പേരിൽ മുഹമ്മദ് അസ്ലമിന്റെ മനോഹരമായ ഹിന്ദി ഗാനങ്ങൾ അടങ്ങിയ ഒരു ബട്ട്റോഡ് ബീച്ചിൽ വൈകുന്നേരം 6 മണിക്ക് പരിപാടി നടക്കുന്നു. ടൗൺ ഹാളിൽ വൈകിട്ട് 6:30 നാടകോത്സവം നടക്കുന്നു. മാനാഞ്ചിറ സ്ക്വയറിൽ തന്നെ വിവിധ പരിപാടികൾ, അത് യോഗയുണ്ട്, മെഗാ തിരുവാതിരയുണ്ട്, ദഫ്മുട്ടുണ്ട്, തുടികൊട്ടും പാട്ടുണ്ട്, ഡ്രംസ് ഡിയോയുണ്ട്, മെഗാ തിരുവാതിര ഉണ്ട്. അങ്ങനെ ഈ റാസയുടെയും സംഘത്തിന്റെയും ഗസൽ, ഈ കുറ്റിച്ചിറ കുളത്തിന്റെ ഒരു ആംബിയൻസിൽ ഓണം ആഘോഷിക്കാൻ വരുന്നവർക്ക് ആസ്വദിക്കാൻ വേണ്ടി മനോഹരമായ രീതിയിൽ അതിന്റെ ആ ഒരു കുളത്തിന്റെ അന്തരീക്ഷത്തിൽ അതിന്റെ ദീപാലങ്കാരങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടുള്ള ഒരു മനോഹരമായ രീതിയിലുള്ള പരിപാടികൾ ഒരുക്കിയിരിക്കുന്നു. 27-ന് ഹരിശങ്കറും സംഘവും അവതരിപ്പിക്കുന്ന പരിപാടി ഈ കോഴിക്കോട് ബീച്ചിലെ പ്രധാന വേദിയിൽ നടക്കുന്നു. ഒപ്പം തന്നെ തളി ക്ഷേത്ര പരിസരത്ത് ഈ ക്ലാസിക്കൽ കർണാട്ടിക് കച്ചേരി ഡോക്ടർ സുധാ രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ, ഒപ്പം തന്നെ ഭരതനാട്യം കലാമണ്ഡലം ശ്രീരേഖാജി നായരുടെ നേതൃത്വത്തിൽ ഈ രാത്രി 7 മണിക്ക് ഷഹബാസ് അവന്റെ ഗസൽ രാത്ത്, 29-ാം തീയതിയാണ് ഈ പരിപാടിയുടെ ഒരു 30-ാം തീയതിയാണ് സമാപനം. 29-ാം തീയതി മധുബാലകൃഷ്ണന്റെ സംഘത്തിന്റെ ഒരു ഗാനമേളയുണ്ട്. 30-ാം തീയതി കോരപ്പുഴ ജലോത്സവം, 30-ാം തീയതി സമാപന സമ്മേളനമാണ്. അത് സ്റ്റീഫൻ ദേവസിയുടെ ഫ്യൂഷൻ മ്യൂസിക് ഉണ്ട്. അങ്ങനെ മനോഹരമായ രീതിയിൽ വിവിധ തലങ്ങളിൽ കോഴിക്കോട് കൃത്യമായ രീതിയിൽ ഓണത്തെ ആഘോഷിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തീകരിച്ചു കഴിഞ്ഞു. കോഴിക്കോടിന്റെ വിപണിയും വളരെ സജീവമായി കഴിഞ്ഞു. മഴയൊന്ന് മാറി നിന്നതോടുകൂടി വിപണിയിൽ ഇപ്പോൾ വീണ്ടും തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ജനങ്ങളെല്ലാം തന്നെ കൂടുതലായി എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇനിയും ഈ ഒരു സാഹചര്യം നിലനിൽക്കുകയാണെങ്കിൽ, അതായത് നല്ലൊരു അന്തരീക്ഷം ഇതുപോലെ നിലനിൽക്കുകയാണെങ്കിൽ, മഴയൊക്കെ മാറിയ അന്തരീക്ഷം നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായും കൂടുതൽ ആളുകൾ വിപണിയിലേക്ക് എത്തുന്ന കാഴ്ച രാത്രിയിലും നമുക്ക് കാണാൻ കഴിയും. ശരി. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലും മഴയൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് കോഴിക്കോട് അടക്കമുള്ള വടക്കൻ ജില്ലകൾ ഓണത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വിവരങ്ങൾ നൽകിയത് റിയാസ് KMR ആണ്. ഉത്രാടപ്പാച്ചിലിൽ